കേരളത്തിലേക്ക് ചാർട്ടേഡ് ചെയ്ത വിമാനങ്ങളെ ചൊല്ലി KMCC-യിൽ പൊട്ടിത്തെറി നടന്നു. കൂടിയ ടിക്കറ്റ് നിരക്ക് വാങ്ങിയെന്നാരോപിച്ച് ഷാർജ KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെ സംസ്ഥാനത്ത് നിന്ന് നീക്കി. നേരത്തെ ടിക്കറ്റ് നിരക്കിൽ ഒരു വിഹിതം KMCC തട്ടിയെടുത്തെന്ന് ഇടത് സംഘടനകൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം കോവിഡ് വ്യാപകമായതോടെ വിമാന സർവീസ് നിർത്തിയപ്പോഴാണ് UAE-യിൽ നിന്ന് KMCC കേരളത്തിലേക്ക് വിമാനങ്ങൾ ചാർട്ടേഡ് ചെയ്തത്. ഇതിൽ റാസൽ കൈമയിൽ നിന്നുള്ള ചാർട്ടർ വിമാനങ്ങളുടെ ടിക്കറ്റ് നിരക്കിലാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വ്യാജ രസീതുണ്ടാക്കി 2000 രൂപ മുതൽ 6000 രൂപ വരെ ഒരു ടിക്കറ്റിന് ചില ഭാരവാഹികൾ അധികമായി ഈടാക്കിയെന്നാണ് KMCC-യുടെ ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഷാർജ KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചെക്കനാത്ത് അടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. അതേസമയം റാസൽ കൈമയിൽ നിന്ന് 100-ലധികം ചാർട്ടേഡ് വിമാനങ്ങളാണ് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് KMCC-യുടെ ആഭിമുഖ്യത്തിൽ പറഞ്ഞത്. ഇതിലൂടെ കോടികൾ തട്ടിയെടുത്തെന്ന് നേരത്തെ ആരോപണവും ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഭാരവാഹികൾക്കെതിരെയുള്ള KMCC-യുടെ ഇപ്പോഴത്തെ നടപടി. കൂടുതൽ പേർ ഈ ടിക്കറ്റ് തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത്. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് കാണിച്ച് KMCC നേതൃത്വം ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒരു പ്രമുഖ ലീഗ് നേതാവിന്റെ സഹോദരനാണ് തട്ടിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചതെന്നും ആക്ഷേപം ഉയർന്നിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.